നമസ്കാരം. ജീവിത വിജയത്തിന് എന്തൊക്കെയാണ് ആവശ്യം? ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു. ശിഷ്യൻ്റെ ചോദ്യം ഇതാണ്: ഗുരു, ജീവിതം കഠിനമാണോ? അപ്പോൾ ഗുരു പറയുകയാണ്, അതെ, തീർച്ചയായും. എങ്കിലും നല്ലത് ചെയ്താൽ അവസാനം ആരംഭത്തേക്കാൾ മികച്ചതായിരിക്കും. കഠിനമായ ജീവിതത്തെ എങ്ങനെ മികച്ചതാക്കാമെന്നാണ് ഗുരു ശിഷ്യൻ ഉപദേശിക്കുന്നത്. ഈ ഉപദേശം നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശമാണ്. ജീവിതത്തെ കൂടുതൽ മെച്ചമുള്ളതാക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്, ജീവിതത്തെ അനുഗ്രഹമായി കണക്കാക്കുക. പഴിക്കാതെയും ശപിക്കാതെയും ജീവിതത്തിൻ്റെ കൈപിടിച്ച് മുന്നേറണം. ജീവൻ സമ്മാനമായി തന്ന ദൈവത്തിന് പ്രതിസമ്മാനമായി നൽകേണ്ടത് വിജയിച്ച സഫലമായ ജീവിതത്തെയാണ്. ജീവിത വഴിയിലെ പ്രതിസന്ധികളെ നിശ്ചയദാർഢ്യം കൊണ്ടും അതിജീവന മോഹം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും മറികടക്കണം. സ്വപ്രയത്നം കൊണ്ടും അഭിരുചി കൊണ്ടും ജീവിതത്തെ മോടി പിടിപ്പിക്കണം. എന്നും എപ്പോഴും സൃഷ്ടാവിൻ്റെ പരിധിയിൽ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. രണ്ടാമത്, ജീവിതത്തെ അവസരമായി കരുതണം. പ്രവർത്തിക്കുവാനും വളരുവാനും ഉയരുവാനുമുള്ളൊരു അവസരമാണ് ജീവിതം. ഒപ്പം നന്മ ചെയ്യുവാനും സഹജീവികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ജീവിതം അവസരം നൽകുന്നു. ചുറ്റുപാടുമുള്ള അനേകം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജീവിതം നമ്മെ മികച്ചതാക്കി മാറ്റും. പഠിച്ചും ഗവേഷണത്തിലേർപ്പെട്ടും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ അവസരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. മൂന്നാമത്, സ്വന്തമായ ഒരു ജീവിത ദർശനം രൂപപ്പെടുത്തണം. ദർശനം നമ്മുടെ മുമ്പോട്ടുള്ള വഴി പ്രകാശമാനമാക്കും. അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും അടിസ്ഥാനത്തിലാവണം ഈ രൂപപ്പെടുത്തൽ. കണ്ടതും കേട്ടതും ആധാരമാക്കി മൂല്യബോധവും ആത്മീയതയും ഗുണമേന്മയും ദർശനത്തിൻ്റെ അടിത്തറയായി പരിഗണിച്ചുകൊണ്ട് തള്ളേണ്ടത് തള്ളിയും കൊള്ളേണ്ടത് കൊണ്ടും നാം അത് ചിട്ടപ്പെടുത്തണം. ദർശനമുള്ള ജീവിതം ഈ ലോകത്തിലെ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കും. നാലാമത്, സഹജീവികളെ സമ്മാനങ്ങളായി നമ്മൾ കരുതണം. സ്വാർത്ഥതയുടെ ഇടുങ്ങിയ ലോകത്തല്ല നമ്മൾ വളരേണ്ടത്, മറിച്ച് നിസ്വാർത്ഥതയുടെ വിശാല ലോകത്തായിരിക്കണം. നമ്മുടെ ഏകാന്തതയും വിരസതയും ഒഴിവാക്കാനാണ് ദൈവം നമുക്ക് ചുറ്റും സഹജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ കരം പിടിക്കുക, അവരെ കൂടി നമ്മൾ കരുതുക. അഞ്ചാമത്, ഉള്ളിൽ സന്തോഷം അനുഭവിക്കുക. സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും ലോകം ധാരാളം അവസരങ്ങൾ നമ്മൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പലതിനും ആയുസ്സില്ലെന്ന് മാത്രം. സന്തോഷം പലപ്പോഴും ഉള്ളിലേക്ക് ഇറങ്ങാറില്ല. ഹൃദയത്തിൽ സന്തോഷം ജനിക്കണം, മനസ്സിലത് നിറയണം. ആ സന്തോഷം നമ്മുടെ മുഖത്ത് ദൃശ്യമാകും, പ്രകൃതിയിലേക്ക് പടരും. നന്മ ചെയ്തും നല്ലത് ചെയ്തും നന്ദി പറഞ്ഞും നമുക്ക് ആ സന്തോഷത്തിൻ്റെ വിത്ത് ഉള്ളിൽ വിതയ്ക്കാനാവും. ആ ഗുരുവിൻ്റെ ഉപദേശം അപ്പോഴും നമ്മൾ മറക്കരുത്. അവസാനം ആരംഭത്തേക്കാൾ മികച്ചതായിരിക്കും. നല്ലതു ചെയ്താൽ മാത്രം. നല്ലതു ചെയ്താൽ അവസാനം ആരംഭത്തേക്കാൾ മികച്ചതായിരിക്കും. ഈ ഗുരുവിൻ്റെ ഉപദേശം നമ്മുടെ കാതിൽ എപ്പോഴും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കണം. ഇതാണ് ജീവിത വിജയത്തിൻ്റെ പരമമായ ലക്ഷ്യം, പരമമായ അർത്ഥം. ഇത്രമാത്രം ഈ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. നന്ദി, നമസ്കാരം.